നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമേ ഇനി നടത്താൻ ബാക്കിയുള്ളൂ. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു അവസ്ഥയിലും നിലവിൽ കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങൾ അവരെങ്ങനെയായിരുന്നു അവരുടെ പ്രകടനം എന്നറിയാൻ നമുക്കെല്ലാം താല്പര്യമുണ്ട്. പ്രകടനം എന്ന് പറയുമ്പോൾ നമ്മൾ പെർഫോമൻസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് അവർ സഭാ നടപടികളിൽ പങ്കെടുത്തത്, എത്ര ചർച്ചകളിൽ പങ്കെടുത്തു, അതുപോലെ ഇവരുടെ അറ്റൻഡൻസ് എങ്ങനെയാണ്, ഹാജർ നില കൃത്യമായിരുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ ഭാഗം എം പിമാരെ കുറിച്ചെങ്കിലും പണ്ടൊക്കെ വലിയ പരാതികൾ വരുമായിരുന്നു. ഇവർ പലരും സഭയിൽ ഹാജരാകുന്നില്ല, ചർച്ചകളിൽ കൃത്യമായി പങ്കെടുക്കുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷേ നിലവിലെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അവരെല്ലാവരും പ്രതിപക്ഷത്തുള്ളവരാണ് എങ്കിലും മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കേരള കൗമുദി ദിനപത്രം ഇതേക്കുറിച്ച് വളരെ വിശദമായ റിപ്പോർട്ട് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. കേരളത്തിലെ എം പിമാരുടെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ ഒരു ചില്ലറ പ്രശ്നങ്ങളുള്ളത് ചിലരുടെ ഹാജർ നില സംബന്ധിച്ചും ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ എണ്ണം സംബന്ധിച്ചും അതുപോലെ എം പിമാർക്കായി അനുവദിച്ച തുക കൃത്യമായി വിനിയോഗിക്കാത്തതിനെക്കുറിച്ചുമൊക്കെ ചില കല്ലുകടികൾ ഒഴിച്ചാൽ പൊതുവേ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 UDFന് 19 സീറ്റാണ് ലഭിച്ചത്. CPMന് ആകെ ലഭിച്ചത് ആലപ്പുഴ മാത്രമാണ്. പിന്നീടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലേക്ക് പോയതും അങ്ങനെ ഒരു MP കൂടി LDFന് ലഭിച്ചതും. മറ്റ് 18 MPമാരിൽ 16 പേർ കോൺഗ്രസ്സുകാരാണ്, 2 പേർ ലീഗും. അപ്പോൾ ഇവരെല്ലാം തന്നെ പാർലമെൻറ്റിൽ വളരെ നന്നായി തിളങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സാമാജികൻ്റെ, അത് പാർലമെൻറ്റ് അംഗമാണെങ്കിലും നിയമസഭാ അംഗമാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും അവരുടെ പെർഫോമൻസിനെ കുറിച്ച് ചിന്തിക്കാറുള്ളത് ഇവർ റോഡ് അതല്ലെങ്കിൽ ഹൈമാസ്റ്റ് ലൈറ്റ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പലപ്പോഴും നമ്മൾ നോക്കാറുള്ളത്. പക്ഷേ ഈ ചർച്ചകളിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഇവർ എത്ര പേർ സജീവമായി പങ്കെടുത്തു എന്നുള്ളത് പലപ്പോഴും നമ്മുടെ സാധാരണ ജനങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ്. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ പലരും ഈ കാര്യത്തിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. നമുക്കറിയാം, നിലവിലെ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പല അംഗങ്ങളും ഡോക്ടർ ശശി തരൂർ, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ തുടങ്ങി പലരും ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് സംബന്ധിച്ചുള്ള കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 15 സെഷനുകളിലായി ആകെ 274 ദിവസമാണ് 17 ലോക്സഭ സമ്മേളിച്ചത്. അംഗങ്ങളുടെ ഹാജറിൻ്റെ കാര്യത്തിൽ ദേശീയ ശരാശരിക്കും മുകളിലാണ് കേരളത്തിൽ നിന്നുള്ള MPമാരുടെ ഹാജർ നില. ദേശീയ ശരാശരി 79% കേരളത്തിൽ നിന്നുള്ള MPമാരുടേത് 83%. അതേസമയം കേരളത്തിൽ നിന്നുള്ള 2 MPമാരുടെ ഹാജർ നില ദേശീയ ശരാശരിയേക്കാൾ കുറവുമാണ്. സഭ ആകെ സമ്മേളിച്ചതിൽ 10 ദിവസങ്ങൾ മാത്രമാണ് ഇവർ ഹാജരായതും. കണ്ണൂർ MP K സുധാകരനും വയനാട് MP രാഹുൽ ഗാന്ധിയുമാണ് കേരളത്തിൽ നിന്നുള്ള MPമാരിൽ കുറഞ്ഞ ഹാജർ നിലയുള്ളത്. എങ്കിൽ പോലും രാഹുൽ ഗാന്ധി 51%, സുധാകരൻ 50% ഹാജർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ ആകെ 302 നിയമനിർമ്മാണ ചർച്ചകളിലാണ് പങ്കെടുത്തത്. ചർച്ചകളിൽ പങ്കെടുത്തതിൽ മുന്നിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ NK പ്രേമചന്ദ്രനും ഡോക്ടർ ശശി തരൂരും ET മുഹമ്മദ് ബഷീറുമാണ്. വയനാട് MP രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിലും വളരെ പിന്നിലാണ് എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു കാര്യം. സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിലും പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നതിലും കേരളത്തിലെ MPമാർ മുന്നിൽ തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിച്ചതിൽ മുന്നിൽ അടൂർ പ്രകാശും ആൻറ്റോ ആൻ്റണിയും ബെന്നി ബെഹനാനുമാണ്. ഇവരാണ് ലോക്സഭയിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിച്ചത്. ശൂന്യവേളയിലെ ചർച്ചയിൽ ചട്ടം 377, ചട്ടം 193 പ്രകാരമുള്ള പ്രമേയങ്ങളും ചർച്ചകളും എല്ലാം തന്നെ കേരള MPമാരുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ പ്രേമചന്ദ്രനും കൊടിക്കുന്നിൽ സുരേഷും എല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രാദേശിക ഫണ്ട് വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MPമാർ പലരും പിന്നിലാണ് എന്നുള്ളതാണ്. അടൂർ പ്രകാശ്, AM ആരിഫ്, തോമസ് ചാഴിക്കാടൻ, ശശി തരൂർ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ 5 MPമാരാണ് ഈ തുക വളരെ ഫലപ്രദമായി വിനിയോഗിച്ചിട്ടുള്ളത്. പല MPമാരും ഈ MPമാരുടെ ഫണ്ട് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇത്രയും പേരുടെ, ഒരുപാട് MPമാരുടെ പേര് ഇതിലുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ഈ MPമാരുടെ ചുമതലയാണ്. കാരണം കേന്ദ്ര സർക്കാർ രാജ്യത്തിൻ്റെ വികസനത്തിന്, അതായത് അവരുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിനായിട്ടാണ് ഈ വലിയ തുക അനുവദിക്കുന്നത്. കോവിഡ് കാലത്ത് മാത്രമാണ് ഇതിൻ്റെ അളവ് കുറച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇവരിൽ പലരും MP ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ചില്ല എന്നുള്ളതിന് അവർ സമാധാനം പറയേണ്ടി വരും. ഇന്ത്യൻ പാർലമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും മലയാളികൾ ശ്രദ്ധേയമായ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എത്രയോ പേർ, VK കൃഷ്ണമേനോനാണെങ്കിലും CM സ്റ്റീഫനാണെങ്കിലും വയലാർ രവി, അതുപോലെ നിരവധി പേർ പാർലമെൻറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. AKG,
പിന്നെ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് മലയാളികൾ പാർലമെൻറ്റിൽ നന്നായി പെർഫോം ചെയ്തതിൻ്റെ. ഏതായാലും നിലവിലെ ലോക്സഭയിലും ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായി എന്നുള്ളത് നല്ല കാര്യമാണ്. അത് UDF സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ജനങ്ങളെ സമീപത്തേക്ക് ഇനി വോട്ട് തേടി ചെല്ലുമ്പോൾ അവർക്ക് അഭിമാനത്തോടെ വേണമെങ്കിൽ പറയാം, ഞങ്ങൾ സഭയിൽ കൃത്യമായി ഹാജരായിരുന്നു, മികച്ച ഹാജർ നിലയുണ്ട്, ഞങ്ങൾ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു, ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തന്നെ ശൂന്യവേളയിൽ അവിടെ ഉന്നയിച്ചിരുന്നു എന്നൊക്കെ ധൈര്യമായി അവർക്ക് പറയാം. ഇതിൽ കല്ലേറിയുള്ള രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, MP ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നതിൽ എന്തുകൊണ്ട് പല MP മാർക്കും സാധിച്ചില്ല എന്നുള്ളതും. രാഹുൽ ഗാന്ധിയെ പോലുള്ളൊരു ദേശീയ നേതാവ് വയനാട്ടിൽ നിന്നുള്ള MP ആയിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഹാജർ നിലയും കുറവായിരുന്നു. മാത്രമല്ല അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്ര ശരിയായില്ല എന്നുള്ള കാര്യത്തിനും കോൺഗ്രസ് സമാധാനം പറയേണ്ടി വരും. എങ്കിലും രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ള MP മാർ ഇത്തരത്തിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളത് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങേറ്റം അഭിമാനകരമാണ്. ഇവരെല്ലാവരും പ്രതിപക്ഷത്തെ അംഗങ്ങളായിരുന്നു എന്നുള്ള കാര്യവും നമ്മളിവിടെ പ്രത്യേകം ഓർക്കണം.